നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത നിമിഷം എന്തെന്നറിയാതെ സ്വപ്നങ്ങളുടെ കുതിരകളെ പൂട്ടിയ രഥത്തിൽ നാമൊക്കെ സഞ്ചരിക്കുമ്പോൾ കാലത്തിന് പോലും മറക്കുവാനാകാത്ത സ്നേഹത്തിന്റെ പഴമയുടെ ഗന്ധമുള്ള ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ട് കടന്നുപോയ കൊച്ചിൻ ഹനീഫയെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. ഞാൻ BA പഠിക്കുമ്പോൾ എറണാകുളത്ത് വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മോണോ ആക്ടിന് ആലപ്പുഴ SD കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും പങ്കെടുത്തിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുത്ത എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥി 2 ഐറ്റങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന തമിഴ് ചിത്രത്തിലെ ശിവാജി ഗണേശൻ അവതരിപ്പിച്ച ഒരു മാസ് ഡയലോഗുണ്ട്. കേരളത്തിലും അന്നത് സുപരിചിതമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലവന് നേരെ അവർ ചുമത്തിയ നികുതിക്കെതിരെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നടത്തുന്ന പ്രശസ്തമായ ഒരു മാസ് ഡയലോഗുണ്ട്. അതായിരുന്നു അത്. കമ്പനി മേധാവിയോട് ശിവാജി ഗണേശൻ ചോദിക്കുന്നു, മഴ പെയ്തപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കിയിരുന്നു, നീ ഞങ്ങളോടൊപ്പം വയലിൽ വന്നിരുന്നോ, ഞാറ് നട്ടിരുന്നോ, കള പറിച്ചിരുന്നോ, ജലസേചനം നടത്തിയിരുന്നോ, ഇതിനൊന്നും വരാത്ത നിനക്ക് ഞങ്ങൾ എന്തിനാണ് നികുതി നൽകേണ്ടത് എന്നാണ് ആ തമിഴ് ഡയലോഗിന്റെ അർത്ഥം. വാനം പൊഴികിറത്, ഭൂമി വിളയരുത്, ഉനക്കേൻ കൊടുപ്പത് കിസ്തി എന്ന് തുടങ്ങുന്ന ദീർഘമായ ആ ഡയലോഗ് അടിച്ച് ആ കോളേജ് കുമാരൻ നിറഞ്ഞ കയ്യടി നേടി. അടുത്തത് സത്യന്റെ അഭിനയമായിരുന്നു. ഒരു സ്ത്രീക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന വക്കീലിന്റെ ആ രംഗം പ്രേക്ഷകർ ഇളകി പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ മോണോ ആക്ടിന് 1ാം സമ്മാനം ആ കോളേജ് കുമാരനായിരുന്നു. അയാളുടെ പേരായിരുന്നു മുഹമ്മദ് ഹനീഫ. അന്ന് വരെ യുവജനോത്സവങ്ങളിൽ മിമിക്രിക്ക് മത്സരമില്ലായിരുന്നു, മോണോ ആക്ട് മാത്രം. മോണോ ആക്ടിൽ മിമിക്രിയുടെ അതിപ്രസരം കടന്നു വന്നതിനാലും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലും അടുത്ത വർഷം മുതൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ മിമിക്രിയെ ഒരു തനി മത്സരമാക്കി മാറ്റി. അപ്രകാരം മിമിക്രിക്ക് ഒരു തനി മത്സരം ഉണ്ടാകാൻ കാരണക്കാരൻ മുഹമ്മദ് ഹനീഫയായിരുന്നു. മുഹമ്മദ് ഹനീഫയെ ഉടൻ തന്നെ സിനിമക്കാർ തൂക്കിയെടുത്തോണ്ടുപോയി. അഴിമുഖം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ പേര് കൊച്ചിൻ ഹനീഫ എന്നാക്കി മാറ്റി. സിനിമ രംഗത്ത് കടന്നുകൂടിയ ഹനീഫ തിരക്കഥ സംഭാഷണങ്ങളുമായി നിരവധി സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ചു. അവയിൽ പലതും കൊമേഴ്സ്യൽ വിജയങ്ങളായി മാറി. പിന്നീട് ഹനീഫ സംവിധാന രംഗത്തേക്കും കടന്ന് അവിടെയും അദ്ദേഹം വെട്ടിത്തിളങ്ങി. കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരൊറ്റ ചിത്രം മതി ഹനീഫയെ എന്നും ഓർക്കാൻ, വാത്സല്യം എന്ന സിനിമ. ഹനീഫയുടെ 3 മാസങ്ങൾക്ക് മുമ്പ് എന്ന ചിത്രം കേരളത്തിൽ ഹിറ്റായി മാറിയപ്പോൾ അത് തമിഴിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. പാസറ്റ് പറവകൾ എന്നായിരുന്നു അതിന്റെ പേര്. അത് തമിഴ്നാട്ടിലും ബമ്പർ ഹിറ്റ്. ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിന് തിരക്കഥ സംഭാഷണം എഴുതിയത് കലൈഞ്ചർ എന്ന സാക്ഷാൽ കരുണാനിധി. ആ ചിത്രത്തിന്റെ നിർമ്മാണവും കലൈഞ്ചറുടെ കമ്പനി തന്നെയായിരുന്നു. അതോടെ കരുണാനിധിയും ഹനീഫയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലായി. 6ഓളം തമിഴ് സിനിമകൾ ഹനീഫ സംവിധാനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് VMC ഹനീഫ എന്നായിരുന്നു. കരുണാനിധിയുമായിട്ടുള്ള ബന്ധം വെച്ച് ഹനീഫയ്ക്ക് തമിഴ്നാട്ടിൽ എന്ത് ബിസിനസ് വേണമെങ്കിലും തുടങ്ങാമായിരുന്നു. അതിന് വേണ്ട സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ച് പലരും വലിയ നിലയിൽ എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യത്തിന് പോലും ആ ബന്ധം ഹനീഫ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല. ഒരിക്കൽ ബിസിനസ് കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഹനീഫയോട് ഞാൻ ചോദിച്ചു, ആ ബന്ധമൊന്ന് ഉപയോഗിച്ചുകൂടെ എന്ന്. അയ്യേ, ആ പണിക്ക് ഞാൻ നിൽക്കില്ല എന്നായിരുന്നു ഹനീഫയുടെ മറുപടി. കരുണാനിധിയുടെ ബെഡ്റൂമിൽ കയറി സംസാരിച്ചിട്ടുള്ള 2 മലയാളികളെ ഉള്ളൂ എന്ന് കരുണാനിധി ഹനീഫയോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് MG രാമചന്ദ്രനും മറ്റൊന്ന് കൊച്ചിൻ ഹനീഫയും. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ബന്ധങ്ങളൊന്നും ഉപയോഗിക്കാത്ത കൊച്ചിൻ ഹനീഫയെ കുറിച്ചൊരു വലിയ നിർമ്മാതാവ് പറഞ്ഞത്, ദൈവം എറിയുന്നവന്റെ കൈ കല്ല് കൊടുക്കില്ല എന്നായിരുന്നു. അഭിനയ രംഗത്ത് ഹനീഫ ചെറിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും കിരീടത്തിലെ ഹൈദ്രോസ് ഹനീഫയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. മിമിക്രിക്കാരും ഇതങ്ങ് ആഘോഷമാക്കി മാറ്റി. കൊച്ചിൻ ഹനീഫയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കിരീടത്തിലെ ഹൈദ്രോസ് തന്നെയാണ്. പിന്നീട് നമ്മെ കുടുകുട ചിരിപ്പിക്കുന്ന
ഞെട്ടിപ്പിക്കുന്ന എത്ര കഥാപാത്രങ്ങൾ നിരനിരയായി വന്നു. അങ്ങനെ കൊച്ചിൻ ഹനീഫ എന്ന നടൻ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനായി മാറി. ഞാൻ നിർമ്മിച്ച അണുകുടുംബം.com എന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പണം സെറ്റിൽ ചെയ്യാൻ നേരത്ത് അദ്ദേഹം പണം വാങ്ങിയ ശേഷം എന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായി അറിയാം, ഈ പടം വിജയിച്ചാൽ മാത്രം നീ എനിക്ക് പണം തന്നാൽ മതി എന്ന് പറഞ്ഞു. പടത്തിന്റെ റിലീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹനീഫയ്ക്ക് നേരത്തെ തന്നെ ഒരു മുൻവിധി ഉണ്ടായിരുന്നു, ഈ പടം 8 നിലയിൽ പൊട്ടിപ്പോകുമെന്ന്. ഈ പടം റിലീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹനീഫയോട് പറഞ്ഞു, എന്റെ ജീവിതവും അണുകുടുംബമായി മാറിയെന്ന്. ഹനീഫയുടെ കിരീടത്തിലെ ഹൈദ്രോസ് എന്ന ചട്ടമ്പി കഥാപാത്രത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരിക്കൽ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ലിസി പ്രിയദർശന്റെ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. അവർ തമ്മിൽ ഇടയ്ക്ക് പിണക്കങ്ങളുണ്ടാവും, ഇണക്കങ്ങളുണ്ടാവും. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ കിട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു. ഞാനും കൊച്ചിൻ ഹനീഫയൊക്കെ ലിസി പക്ഷക്കാരുമായിരുന്നു. അന്ന് കൊച്ചിൻ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുകയായിരുന്നു. ശിവകുമാർ, രാധിക, ലിസി, റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും തല്ലുവാനും പിടിച്ചോണ്ടു പോകുവാനുമായി ലിസിയുടെ അമ്മ ഏലിയാമ്മ ഏതാനും ഗുണ്ടകളുമായി ഹനീഫയുടെ സെറ്റിലെത്തി. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിച്ചു. ലിസി ആകെ ഭയന്ന് വിറച്ചു. ഉടൻ ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറുകയാണ് ഉണ്ടായത്. കാലിപൂണ്ട് ഹനീഫ അലറി, അവളെ തൊട്ട എല്ലാത്തിനും കീച്ചിക്കളയും, ഞാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളണം എന്നലറി വിളിച്ചുകൊണ്ട് ഹനീഫ അവിടെ മറ്റൊരു ഹൈദ്രോസായി മാറി. വിരട്ടാൻ വന്നവർ വാലുമടക്കി വിരണ്ടോടി. ഹനീഫ അവിടെയും കയ്യടി നേടി. അതേക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത്, എടാ അവിടെ അതേ ഒരു രക്ഷയുള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ പെണ്ണിനെയും കൊണ്ട് ഏലിയാമ്മ അങ്ങ് പോയേനെന്ന്. ലിസി എന്നോട് പറഞ്ഞത്, ഹനീഫ്ക ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കായിരുന്നേനെ എന്നായിരുന്നു. ലിസി പറയുന്നു, ജീവിതത്തിൽ എനിക്ക് 2 പേരോടെ കടപ്പാടുകളുള്ളൂ എന്ന്. ഒന്ന് സുകുമാരി ചേച്ചിയോടും, പിന്നൊന്ന് ഹനീഫ്കയോടും. ലിസി പ്രിയൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു. ലിസി എന്നോട് സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, അഷ്റഫ്ക, എനിക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളും ആരുമില്ലാതിരുന്ന സമയത്ത് എന്നെ ഒരു കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തി തന്നതും ഹനീഫ്കയായിരുന്നു എന്ന്. ഹനീഫയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണുകൾ നിറയും. ഹനീഫയുടെ ജീവിതത്തിലെ അവസാന നാളുകളിൽ ഹനീഫയുടെ കണ്ണ് നിറഞ്ഞതും ലിസിയുടെ മുൻപിലായിരുന്നു. അവസാന നാളുകളിൽ രോഗം മൂർച്ഛിച്ച സന്ദർഭങ്ങളിൽ ലിസി പറഞ്ഞാൽ മാത്രമേ ഹനീഫ മരുന്നുകൾ കഴിക്കുകയുള്ളായിരുന്നു. ലിസി പറയുന്നത്, ഈ ദുർവിധിക്ക് കാരണം ഹനീഫ്കയുടെ അശ്രദ്ധ മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളോടൊപ്പം കാണേണ്ടതാണ് എന്നാണ്. ലിവറിന്റെ അസുഖം ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ ഹനീഫ അത് നിസ്സാരമായി കണക്കാക്കി എല്ലാവരിൽ നിന്നും അത് മറച്ചുവെച്ചു. രോഗം കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമായിരുന്നു. സ്വന്തം ഭാര്യയോട് പോലും ഏതോ നിസ്സാര രോഗമാണെന്ന് പറഞ്ഞ് മറച്ചുവെച്ചു. ലിവറിന്റെ അസുഖമായതുകൊണ്ട് സിനിമാക്കാരനായതിനാൽ പലരും ധരിക്കും മദ്യപാനി ആയിരിക്കുമെന്ന്. എന്നാൽ കൊച്ചിൻ ഹനീഫ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം 5 നേരം നമസ്കാരമുള്ള ഒരാൾ കൂടിയായിരുന്നു. ചികിത്സിച്ച ചില ഡോക്ടർമാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ പിന്നീട് ഹനീഫ ആ ഡോക്ടർമാരുടെ അടുക്ക് പോകാറില്ല, പുതിയ ഡോക്ടറെ സമീപിക്കും. അങ്ങനെ ഹനീഫ രോഗം മറച്ചു വെച്ചുകൊണ്ട് അഭിനയം തുടർന്നുകൊണ്ടേയിരുന്നു, കയ്യടി നേടിക്കൊണ്ടിരുന്നു. രോഗത്തിന്റെ സ്റ്റേജുകളും ഒപ്പം മാറിക്കൊണ്ടേയിരുന്നു. അവസാനം ചികിത്സിച്ചത് മദ്രാസിലെ MGR മെഡിക്കൽ കോളേജിലെ ലിസിയുടെ സുഹൃത്തായ ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ ലിസിയോട് രഹസ്യമായി പറഞ്ഞു, ഇത് 4ാമത്തെ സ്റ്റേജാണ്, ഇനി സാധ്യതകൾ കുറവാണെന്നും. ഇത് കേട്ട ലിസി ആകെ തകർന്നുപോയി. ലിസി ആദ്യം ഈ വിവരം അറിയിക്കുന്നത് മമ്മൂട്ടിയെയാണ്. തുടർന്ന് ജോഷി, ദിലീപ് എന്നിവരെ അറിയിക്കുന്നു. എന്തിന്, ഹനീഫയുടെ ഭാര്യയെ പോലും ഈ വിവരം അറിയിക്കുന്നത് ലിസിയായിരുന്നു. വിവരമറിഞ്ഞ എല്ലാവരും ഹനീഫയെ ഒരു നോക്ക് കാണാൻ മദ്രാസിലേക്ക് കുതിച്ചു. മമ്മൂട്ടി ഹനീഫയോട് സങ്കടത്തോട് ചോദിച്ചു, താൻ എന്തിനാണ് ഇത് മറച്ചു വെച്ചത്? എയ്ഡ്സ് ഒന്നുമല്ലല്ലോ മറച്ചു വെക്കാൻ എന്നും. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതറിഞ്ഞ ഞാനും മദ്രാസിലേക്ക് പുറപ്പെട്ടു. മദ്രാസിൽ ചെല്ലുകയും അദ്ദേഹത്തോടൊപ്പം നിരവധി മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്തു. അവിടെ വന്നുപോയവരുടെ ലിസ്റ്റൊക്കെ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ആ സമയത്ത് പഴശ്ശിരാജ എന്ന ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ആ പടം കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതിലെ ക്യാപ്റ്റൻ രാജുവിന്റെ സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ ഭാര്യ വീടാണെന്നും അതിന്റെ പെർമിഷൻ ഞാനാണ് വാങ്ങിക്കൊടുത്തതെന്ന്
അനീഫ എന്നോട് പറയുകയുണ്ടായി. അവസാനം ഞാൻ അനീഫയുമായി പിരിയാൻ നേരത്ത് അദ്ദേഹത്തോട് ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന്. തിരിച്ചുള്ള സലാം വീട്ടൽ വളരെ ദീർഘിപ്പിച്ചും വേദനയോടെയുമാണ് അദ്ദേഹം സലാം വീട്ടിയത്. രണ്ടുപേർക്കും പരസ്പരം അറിയാം ഇത് അവസാനത്തെ സലാം വീട്ടലാണെന്ന്. അവസാന നാളുകളിൽ അനീഫയെ ഏറ്റവും അധികം ശുശ്രൂഷിച്ചത് ലിസിയായിരുന്നു. അവരെന്നും ആശുപത്രിയിൽ എത്തുമായിരുന്നു. 1.5 ലക്ഷം രൂപ വരെ വിലപിടിപ്പുള്ള പല മരുന്നുകളും അവർ അമേരിക്കയിൽ നിന്ന് പോലും വരുത്തി നൽകിയിരുന്നു. മാത്രമല്ല കൃത്യമായി മരുന്നുകൾ നൽകിയും ആശ്വസിപ്പിച്ചും അവരെപ്പോഴും അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ലിസി പറയുന്നു, കയ്യിൽ ട്രിപ്പിട്ട് നീര് വെച്ച് നീലിച്ച ആ ഭാഗം മരുന്ന് വെച്ച് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് താൻ കണ്ടുവെന്ന്. നിന്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം മോളെ എന്ന് അനീഫ പറയുമ്പോൾ ലിസി പറഞ്ഞു, എന്റെ സ്വന്തം സഹോദരന് വേണ്ടിയല്ലേ, അതൊന്നും കാര്യമാക്കണ്ട എന്ന്. തൊട്ടടുത്ത ദിവസം അനീഫ കോമയിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഉണർന്നിട്ടില്ല. ഹനീഫയുടെ മരണശേഷം നമ്മുടെ ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരിക്കുമ്പോൾ ഞാനും പല്ലിശ്ശേരിയും ചേർന്ന് എറണാകുളത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഗണേഷ് കുമാറിനെ കാണുകയുണ്ടായി. ഹനീഫയുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാമല്ലോ, സിനിമാ വകുപ്പിൽ ഹനീഫയുടെ ഭാര്യയ്ക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് ഗണേഷ് കുമാർ ഓഫർ തന്നു. ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞ് എന്റെ വകുപ്പിൽ തന്നെ ഒരു ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാരവനുള്ളിൽ കയറി. ഗണേഷ് കുമാർ ചോദിച്ചു, അനീഫയുടെ ഭാര്യയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അനീഫയുടെ നമ്പറിൽ വിളിച്ചാൽ അവരെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുകയും ഫോൺ എടുത്തത് അനീഫയുടെ ഭാര്യയായിരുന്നു. അവരോട് ഗണേഷ് കുമാർ വിദ്യാഭ്യാസ യോഗ്യത മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ജോലി സിനിമാ ഡിപ്പാർട്ട്മെന്റിൽ ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അവർ ആ ഓഫർ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും അവരിപ്പോൾ നല്ലതുപോലെയാണ് കഴിയുന്നത്. അനീഫയുടെ 2 പെൺകുട്ടികളും പഠിച്ച് മിടുക്കികളായി വളരുന്നുമുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.